പുതിയ കഥ നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. ഒരുപാട് ഫാമിലി ആൾക്കാർ അനുഭവിച്ച സ്റ്റോറിയാണ്. അപ്പോൾ എന്തായാലും അടുത്ത കഥ ഒരു കാത്തിരിപ്പ് കൊണ്ടുള്ള നല്ല അടിപൊളി ഒരു സ്റ്റോറി തന്നെയാണ്. അപ്പം ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ കണ്ട പോലെ നിങ്ങളുടെ എല്ലാവരും സംശയങ്ങൾക്കുള്ള മറുപടി, അതുപോലെ നമ്മളെ വീട്ടിലെ കുറച്ച് ചെറിയ വിശേഷങ്ങളുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സംശയമാണ് എന്താണ് പുതിയ കഥ തുടങ്ങാത്തത്, എന്തുകൊണ്ടാണ് ഇത്രയും വഴുകി പോകുന്നത് എന്നൊക്കെയുള്ളത്. അപ്പോൾ എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. അപ്പോൾ എന്താന്നുള്ള വിശേഷങ്ങളും കൂടെ നമ്മളെ വീട്ടിൽ ഇന്നുണ്ടായ കുറച്ച് ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ആദ്യം നമ്മളെ വീട്ടിൽ ഇന്ന് രാവിലെ എണീറ്റ പാടന്നെ വിളിക്കാതെ ഒരു അതിഥി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ അതിഥിനെ കാണിച്ചുകൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ഞാൻ വീട്ടിലേക്ക് ഇന്ന് വിളിക്കാതെ വന്ന അതിഥി ആരാന്ന് കാണിച്ചു തരാം. അപ്പൊ അതാ നമ്മുടെ വിളിക്കാതെ വന്ന അതിഥി ഇവിടെയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത്. കണ്ടില്ലേ, നിങ്ങൾക്ക് ആർക്കൊരു മനസ്സിലായി. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ച് ചകിരിപ്പൊളിയാണെന്ന് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു തല പുറത്തേക്ക് വരുന്നത്. അപ്പോഴാണ് മനസ്സിലായത് മക്കളെ ഇത് ആമയാണെന്ന്. ഞാൻ നേരം വെളുത്തേക്ക് കണ്ട കാഴ്ചയാണിത്. നമ്മളവിടെ താറാവിന് കുളിക്കാനുണ്ടാക്കിയ ചെറിയൊരു കുളം പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതിൽ കണ്ടതാണ് രാവിലെ തന്നെ ആമ. തലയൊക്കെ ഉള്ളിൽ കെട്ടിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. തല നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പം എൻ്റെ ശബ്ദമൊക്കെ കേട്ടപ്പോൾ അങ്ങനെ തല ഉള്ളിൽ ഇട്ടിക്കുകയാണ്. മൂന്നാൾക്ക് ഞാനൊരു സർപ്രൈസ് കാണിച്ചിട്ടേ. ഒരു സാധനം നമ്മളെ വീട്ടിൽ ഇന്ന് വരെ ഇല്ലാത്തൊരു സാധനം വന്നിട്ടുണ്ട്. കാണിച്ചരാ. അർച്ചനെ പോയാ? അതാ പോയി. പോയിട്ടോ ചേട്ടാ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കുറച്ചാലും മുന്നേ വേഗം ഡ്രസ്സ് ഇട്ട് കയറി അതൊടുക്കൽ പോവാണാവൂന്ന്. എവിടേക്കിപ്പോ പോയി? എന്റെ കുട്ടികൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. ആമനെ മക്കൾക്ക് കാണിച്ചു കൊടുക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഓൾക്ക് തിന്നാൻ കൊടുക്കലും ഡ്രസ്സ് ചെയ്യലൊക്കെ വന്നപ്പോ ആമ നമ്മുടെ പാട്ടിന് പോയിക്കൊണ്ടിട്ടാ. അപ്പൊ നമുക്ക് നോക്കി ഇന്നാ നേരം കൊടുക്കും, നമുക്ക് പോവാ. ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നാലും ഇത്ര പെട്ടെന്നത് എവിടേക്ക് പോയി? അങ്ങനെ മക്കളൊക്കെ കൊണ്ടാക്കി വന്നിട്ടാ. എന്നാലും ആമ എവിടെ പോയി എന്നാ ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കണത്. അല്ല എവിടെ പോയിട്ടുണ്ടാവും? ആമനെ കാക്ക കൊണ്ടുപോകില്ലല്ലോ എന്തായാലും. കാക്കക്ക് എന്തായാലും അതിനെ പൊന്തൂല. പിന്നെ ഇപ്പം അതെവിടെ പോയി? ചാടിപ്പോയാൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണേനും ഒരു ഐഡിയ ഇല്ല. ഇപ്പം വേറെ എന്തെങ്കിലും പിടിച്ചോണ്ട് പോയിട്ടുണ്ടാണോ അല്ലേ? എന്നാലും മക്കളൊന്ന് കാണാൻ നിൽക്കും കൂടിയും ചെയ്യാണ്ട് പോയി. എന്നാലും അതെവിടെ പോയി? ഞാമനെ കാക്ക കൊണ്ടുപോവോ? അങ്ങനെ ഇപ്പോൾ നമ്മൾ അകത്ത് കയറുന്നു, പണികൾ തുടങ്ങുന്നു. അങ്ങനെ മക്കളെ പറഞ്ഞേക്കല് കഴിഞ്ഞാൽ പിന്നെ നേരെ കിച്ചണിക്ക് വരുമ്പോ തന്നെ അവിടെ പരന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ പെറുക്കിങ്ങാട് വരിട്ടാ. കാരണം ഇനിയുള്ള പരിപാടി ക്ലീനിങ് ആണ്. ഒരുപാട് പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ മോറാണ്. മക്കൾക്ക് ചായ കൊടുത്ത പാത്രങ്ങളൊക്കെ അതായിട്ട് കിടക്കണം. അപ്പൊ ആദ്യം നമുക്ക് കിച്ചൺ ഒന്ന് ലെവലാക്കി എടുക്കാം. ആദ്യം ഞാൻ മക്കളെ സ്കൂളിൽ പറഞ്ഞയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചു നേരം ഫോൺ നോക്കിയിരിക്കൂട്ടാ. പിന്നെ ഫോൺ അറിയാലോ, നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിമ്മക്ക് നോക്കിയിട്ടുള്ള പണികളൊക്കെ അവിടെ കെടുക്കും ചെയ്യും. പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി തലക്കുമ്പോഴാവുമ്പോഴേക്കാരൊക്കെ പെടഞ്ഞിട്ട് ചെയ്യല്. ഇപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യലിച്ചിട്ടാ, മക്കളെ സ്കൂൾ ബസ് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ നേരെ കിച്ചണിൽ വന്നിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളും വേഗം കഴിച്ചിടും. ഒക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ ഒരു പേടിയില്ലല്ലോ എന്ന് വിചാരിച്ചാണ്. മറ്റേ നമ്മൾ തന്നെ ചെയ്യും വേണം, വേജാറുടിച്ച് ചെയ്യും വേണം. റാക്കൊക്കെ തുടച്ച് ക്ലീൻ ആക്കാനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കർച്ചീഫാണ് കേട്ടോ യൂസ് ആക്കുക. അതാവുമ്പോ എപ്പോഴും നമുക്ക് തന്നെ സിങ്കിൽ തന്നെ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കും ചെയ്യാലോ. അപ്പൊ ഞാൻ അങ്ങനത്തെ ഉപയോഗിക്കാം. പക്ഷെ ഈ സിങ്ക് ഏരിയ വൃത്തിയാക്കാനായിട്ട് ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടായിരുന്നു. നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു പുതിയ സംഭവമാണ്, കണ്ടില്ലേ? ഇതിന്റെ ഉപയോഗം ഭയങ്കര ഇതാട്ടാ. കാരണം നമുക്ക് എവിടെ വെള്ളമോ പൊടിയോ എന്തുണ്ടെന്നുണ്ടെങ്കിലും റാക്കിലൊക്കെ ഇങ്ങനെ തുടച്ചെടുത്താൽ നമുക്ക് പിന്നെ വേറൊന്ന് പിഴിഞ്ഞ് തുടക്കേണ്ട ആവശ്യമൊന്നും വരില്ല. നല്ല ക്ലീൻ ആയിട്ട് കിട്ടൂട്ടാ. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും തന്നെ അതിലുള്ള വെള്ളമൊക്കെ അതെങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമൊക്കെ താനങ്ങ് പോകും. പിന്നെ നിർത്താനും അതുപോലെ നമുക്ക് ഇങ്ങനെ ഈ ബട്ടർ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ നിർത്തി കിട്ടും. അതേപോലെ ക്ലീൻ ആക്കാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അതിൽ വെള്ളമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ചോർന്നു പോകും. നമ്മളിനി എത്ര വൃത്തിയിൽ നോക്കിയാലും എപ്പോഴും വെള്ളവും പിന്നെ ഇതൊക്കെ ആയിട്ട് അടുപ്പൊക്കെ ആയിട്ട് കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളെ സിങ്കില്ലേ. എപ്പോഴും കിച്ചണിലെ സിങ്ക് വൃത്തിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവിടുത്തെ ഒന്നും വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതിന് സിങ്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇത് സിങ്ക് മാത്രമല്ല, ഇത് ഇങ്ങനെ കോംബോ ആയിട്ട്
4 ആയിരുന്നു. ഇങ്ങനത്തെ ഇതൊരു തരം ബ്രഷ് ആട്ടാ കണ്ട, നല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്രഷാണ്. നമ്മളെ ഇതിന്റെ ബ്രഷ് പോലെ നല്ല ഇതൊന്നല്ല, സോഫ്റ്റ് ഒന്നല്ല, കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ബ്രഷ് തന്നെ കേട്ടാ. ഇതിന്റെ ഉപയോഗം എന്താന്ന് വെച്ചാല് ഇതുപോലത്തെ ഇങ്ങനെയുള്ള ഇടഭാഗങ്ങളും അതുപോലത്തെ ടൈൽസിന്റെ ഇങ്ങനത്തെ ഏരിയാസും അതുപോലെ ഇങ്ങനെയുള്ള ഏരിയാസും ഒക്കെ ഉണ്ടാവൂലേ, അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് കോംബോ ആയിട്ട് വാങ്ങിച്ചതായിരുന്നു. 4 ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 1 കിച്ചണിലും വെച്ച് പിന്നെ ബാക്കി 3 ഓരോരോ ബാത്റൂമിലായിട്ടും വെച്ചിട്ട്. കാരണം ബാത്റൂമിലും തന്നെ നമുക്ക് ഈ ഫ്രഷ് ടാങ്കിന്റെ ഒക്കെ ഇതിലായിട്ട് ഇടഭാഗത്തും അതുപോലെ ടോയ്ലറ്റിന്റെ ഈ ഇടഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് എങ്ങനെയായാലും വലിയ ബ്രഷുകളൊന്നും എത്തൂലല്ലോ. എപ്പോഴും ചെറിയ ബ്രഷ് ആയിട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് ക്ലീൻ ആയി കിട്ടുള്ളൂ. അപ്പൊ ഞാനത് 3 ഓരോ ബാത്റൂമുകളിലും വെച്ച് ഇത് വന്നിങ്ങനെ കിച്ചണിലും വെച്ചതാണ് കേട്ടോ. ഇത് നല്ല ഉപകാരമാണ്. കാരണം എപ്പോഴും വെള്ളം നമ്മള് പാത്രമൊക്കെ മോറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിലൊക്കെ എപ്പോഴും വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ എപ്പോഴും ഇങ്ങനെ ഇച്ചി കെട്ടിയ പോലെ ഉണ്ടാവും. നമ്മൾ എത്ര വലിയ ബ്രഷ് ആയിട്ട് ക്ലീൻ ചെയ്താല് ഒന്നും ക്ലീൻ ആവില്ല. അതുപോലെ ഈ ഒരു ഇട ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഇടയിലൊന്നും നമുക്ക് പിന്നെ ചകിരിയോ അതുപോലെ വലിയ ബ്രഷോ എന്നിട്ട് ഒന്നും ആക്കിയാലും വൃത്തിയാവൂല. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസിനൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു തരം ബ്രഷ് ആട്ടാ. അത് നമുക്ക് കഴുകി വൃത്തിയിൽ ഉപയോഗിച്ച് വൃത്തിയാക്കിയൊക്കെ ചെയ്യാം. കണ്ടില്ലേ, അവിടെയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനത്തെ ഏരിയയിലൊക്കെ. ഞാനിപ്പോ ഈ ബ്രഷിനെ കുറിച്ചിട്ടും ഈ ഒരു മോഫിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും പ്രൊമോഷനാന്ന് വിചാരിക്കാൻ കേട്ടോ. അതൊന്നും പ്രൊമോഷനല്ല. ഇതൊക്കെ നമ്മള് ആദ്യമൊക്കെ സ്കിറ്റ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും കാണിച്ചു തരാനായിട്ട് പറ്റുന്നില്ലല്ലോ. അപ്പൊ നമ്മളെ വീട്ടിൽ ഉപയോഗിച്ച് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ വീഡിയോ കൂടെ ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ കുറേ പ്രൊഡക്റ്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പുതുതായിട്ട് കിച്ചണിക്ക് വാങ്ങിച്ച കുറേ സംഭവങ്ങൾ. അപ്പൊ അതിന്റെയൊക്കെ ലിങ്ക് എവിടെയെന്ന് ആരോ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്രൊമോഷൻ വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലിങ്ക് ഒന്നും ഷെയർ ചെയ്യുകയൊന്നും ചെയ്യാഞ്ഞത്. അപ്പോൾ ഞാൻ ഇനി വേണ്ടവർക്ക് ഏതിന്റെ ലിങ്കാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ ഓരോരുത്തർക്ക് പേഴ്സണൽ കമന്റിലായിട്ട് വിട്ടു തരുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഉപയോഗിച്ചിട്ട് വൃത്തിയുണ്ടെന്ന് തോന്നിയ നന്നായിട്ടുണ്ടെന്ന് തോന്നിയ കാര്യങ്ങളെ ഷെയർ ചെയ്ത് കേട്ടാ. അപ്പൊ അതുകൊണ്ട് അത് പ്രൊമോഷൻ അല്ല എന്ന് പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് തോന്നുന്നു പ്രൊമോഷൻ ആകുമ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ഹൈപ്പിച്ച് പറഞ്ഞതൊക്കെ. അതൊന്നല്ല, സംഭവം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാട്ടെ. ബാത്റൂം ഏരിയയിലേക്കും ഈ ഒരു കിച്ചന്റെ ഏരിയ, ഈ ഒരു സിങ്കിന്റെ ഏരിയക്കും ഈ ഒരു ബ്രഷിക്ക് നല്ല യൂസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ വേണ്ടവരാണെങ്കിൽ ഞാൻ കമന്റിൽ ചോദിക്കുന്നവർക്ക് മാത്രം ലിങ്ക് തരട്ടാ. ഓരോ ദിവസവും നാരായണത്തുറാന്റെ പരിപാടി വെക്കുന്ന പോലെ കേട്ടാ. ഇക്ക് നല്ല ഒട്ടുമിക്ക തലയിലുള്ള പെണ്ണുങ്ങൾക്ക് തന്നെ ആയിരിക്കും ഒരു പരിപാടി. മക്കളുള്ളവർക്ക് പ്രത്യേകിച്ച് കണ്ടില്ലേ, ഓരോ ഡ്രസ്സൊക്കെയാണ് പാവക്കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുത്തിക്കണം. ഇനിയിപ്പൊ ഇതൊക്കെ ഊരി അലക്കാത്തതും അലക്കാല്ലാത്തതും ഒക്കെ ഒന്നാക്കിയിട്ടുണ്ടാവും. ഡെയിലി തന്നെ എനിക്ക് പരിപാടി. നാരായണത്തുറാന്റെ പരിപാടി പറഞ്ഞ പോലെ ഇത് ഇവിടുന്ന് എടുക്കുക അങ്ങോട്ട് വെക്കുക, അവിടുന്ന് എടുക്കുക അങ്ങോട്ട് വെക്കുക, ഇതൊക്കെ തന്നെ. ഇതാ ഓരോ സാധനങ്ങൾ നമ്മൾ പാക്കിലാക്കണത് ഇതാണ് കാണിച്ചില്ലേ. ഓരോരോ പാത്രങ്ങളും നട്ട്സ് ഇട്ടേക്കാൻ പറ്റുന്ന പാത്രങ്ങളും പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ടാൻ വെക്കുന്ന പാത്രങ്ങളും ഒക്കെ ഞാൻ അതാ ഇതിന്റെ ഏലക്കായൊക്കെ പോയിട്ടാ ഒക്കെ കാണിച്ചു തന്നല്ലോ. അപ്പൊ ഇതൊക്കെ സാധു തന്ന പാത്രമാണ് കേട്ടാ. ഞാനൊക്കെ ആമസോണിന്ന് വാങ്ങിച്ചാല് ഓളും മീഷോന്റെ ആളാണ്. ഇതോളും മീഷോന്ന് വാങ്ങിച്ച പാത്രമാണ്. അപ്പൊ എനിക്ക് തോന്നിയത് ഓളിതുപോലെ കോംബോ ഓഫറിൽ വാങ്ങിച്ചതാണ്. അപ്പൊ എനിക്കൊന്ന് തന്നത്. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് ഏലക്കായ് കറാമ്പൂ അങ്ങനത്തെ ഇട്ട് വെക്കാനാണ് പാത്രങ്ങൾ. അപ്പൊ ഇങ്ങനത്തെ സ്പൈസസോളൊക്കെ പാടി ഇങ്ങനത്തെ പാത്രങ്ങൾ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് എന്തായാലും ഈ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴാണല്ലോ നമ്മൾ ഈ സ്പൈസസോളൊക്കെ ഒരുമിച്ചെടുക്കുക. അപ്പൊ ഓരോന്നിനും ഓരോ അടപ്പ് തുറക്കണ്ടല്ലോ എന്ന് തോന്നിയിട്ട് എനിക്ക് തോന്നി ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതിലിട്ട് വെക്കാൻ നല്ല സുഖമായിരിക്കും കേട്ടോ. അതാകുമ്പോൾ ഒരൊറ്റ അടപ്പ് തുറക്കുക എടുക്കുക. വർക്കൗട്ടിന് പോയി തുടങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ 2 അടുക്കള ആദ്യം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി ഇതാണ്. ഈ ഒരു ബോട്ടിൽ നിറച്ച് വെള്ളം കൊടുത്തിട്ട് നമ്മൾ ഈ ടേബിളിൽ വെക്കൂട്ടാ. ഇത് ഞാൻ ഖത്തറിന്ന് വരുമ്പോ വാങ്ങിച്ചൊരു ബോട്ടിലാണ് കേട്ടാ. ഇപ്പൊ വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യണത് കൊണ്ട് തന്നെ ഫുഡ് വല്ലാണ്ട് ഓവറായിട്ട് ഞാൻ കഴിക്കണില്ല, കുറച്ച് കൺട്രോൾഡ് ആയിട്ടാണ് കഴിക്കണത്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു ബോട്ടിൽ വെള്ളം കിടക്കണേന്റെ ഉള്ളിൽ, രാത്രി കിടക്കണേന്റെ ഉള്ളിലായിട്ട്, മറ്റേ ഞാൻ തീരെ വെള്ളം കുടിക്കില്ല കേട്ടാ. അതുകൊണ്ട് എനിക്ക് കിഡ്നി സ്റ്റോണൊക്കെ 2 തവണ വന്നതാ. അപ്പോ നമുക്ക് എന്താ പറയുക, നല്ല വെള്ളം കുടിക്കണം എന്നല്ല പറയും സാധാരണ വർക്കൗട്ട് ചെയ്യുമ്പോൾ. പിന്നെ ഇപ്പൊ മഴക്കാലമായിട്ട് കാര്യമില്ലല്ലോ, ചൂടിന്റെ കാര്യം എനിക്ക് അറിയാലോ, നല്ല ചൂടാ. പ്രത്യേകിച്ച് എന്റെ വീട്ടിലാണെങ്കിൽ ഭയങ്കര ചൂടാട്ടാ. കാരണം മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, ചുറ്റുപാടത്ത് തെങ്ങ് കാര്യങ്ങൾ അങ്ങനത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം കുടിക്കണം. കിച്ചുവിൻ്റെയൊക്കെ തന്നെ എനിക്ക് എപ്പോഴും ചീത്ത ചെയ്യുന്ന ഒരു കാര്യം വെള്ളം കൂടി കുറഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ ഫുഡിന്റെ കൂടെ നന്നായിട്ട് വെള്ളം കുടിക്കും. അതായത് ഫുഡിൽ ഒരു ഉരുള ഫുഡ് കഴിക്കുകയാണെന്ന് വെച്ചാൽ, ചോറ് തിന്നുകയാണെന്ന് വെച്ചാൽ എനിക്ക് 1 ഗ്ലാസ് വെള്ളം നിറഞ്ഞ പോലെയാണ് കേട്ടോ. ഈ വെള്ളം ഇങ്ങനെ കൊടുത്താലേ എനിക്ക് ചോറിന്റെ ഇറങ്ങുള്ളൂ.
അപ്പോൾ എന്നോട് എല്ലാവരും പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. കിച്ചുവിനോട് എപ്പോഴും പറയും അങ്ങനെ ചെയ്യരുത്, ഭക്ഷണത്തിന് മുന്നേ വെള്ളം കുടിക്കണം, അതിൻ്റെ കൂടെ വെള്ളം കുടിക്കരുത് എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ചെറുപ്പം മുതലേ അതൊരു ശീലമായതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമുള്ള വെള്ളം കൂടി ഉള്ളൂ. അല്ലാത്ത രീതിയിലുള്ള പ്രത്യേകിച്ച് വെള്ളം കൂടിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇന്നെ പോലത്തെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ആ ഒരു ശീലം മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഡെയിലി ഇതിനൊരു ബോട്ടിൽ വെള്ളം ഇവിടെ കൊടുന്നു നോക്കും, കിടക്കണതിൻ്റെ ഉള്ളിലായിട്ട് അത് ഇടക്കും നിലക്കുമായിട്ട് ഇങ്ങനെ കുടിച്ച് തീർക്കും. അപ്പം ഇങ്ങനെയുള്ള പരിപാടി നമുക്ക് തുടക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ തമിഴിൽ പറഞ്ഞ പോലെ നമ്മളെന്താണ് സ്കിറ്റ് തുടങ്ങാത്തതെന്നുള്ളത് അറിയാനായിരിക്കും എല്ലാവരും ഒന്നും കാത്തിരിക്കില്ലല്ലോ. കാരണം നമ്മളെ വീഡിയോസിന് വരുന്ന ഒട്ടുമിക്ക കമന്റും എന്താണ് അടുത്ത കഥ തുടങ്ങാത്തത്, പെരുന്നാളായില്ലേ, പെരുന്നാൾ കഴിഞ്ഞില്ലേ, കഴിഞ്ഞ പാട് തുടങ്ങുമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താ അടുത്ത സ്റ്റോറി തുടങ്ങാത്തത് എന്നൊക്കെയുള്ള സംശയങ്ങളാണ് നമ്മുടെ കമന്റ് ബോക്സിൽ മൊത്തം. അപ്പൊ അതിനുള്ള റിപ്ലൈ കൂടി പറയാണ്ട് ആദ്യം ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരട്ടെ. അങ്ങനെ ഞാൻ ഇഞ്ഞതാ നമ്മളെ കഥ എന്തുകൊണ്ടാണ് വഴുകണമെന്നുള്ളതിൻ്റെ റീസൺ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഖത്തറിന്ന് പോരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ പുതിയ കഥ എഴുതൽ തുടങ്ങിയിരിക്കണേ. കാത്തിരിപ്പ് എന്നാണ് പുതിയ കഥയുടെ പേര് എന്നൊക്കെ. കഥയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ 12-13 എപ്പിസോഡോളം അൽഹംദുലില്ലാഹ് എഴുതൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഷൂട്ട് ചെയ്യലും എഡിറ്റ് ചെയ്യലും അത് അപ്ലോഡ് ചെയ്യലും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെയാണ്. പക്ഷേ എനിക്ക് എന്താ ഇവിടെ നാട്ടിൽ വന്ന പാടെ ഒരാഴ്ച മക്കൾ സ്കൂളിലേക്ക് ആദ്യം വിചാരിച്ച് മക്കൾ സ്കൂൾക്ക് പോക്ക് തുടങ്ങിയ പാടെ നമുക്ക് അടുത്ത കഥ തുടങ്ങാമെന്ന് വിചാരിച്ച്. പക്ഷെ മക്കൾ സ്കൂൾക്ക് പോക്ക് തുടങ്ങിയപ്പോഴാണ് പിന്നെ എനിക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ കൂടുതലായി. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഡോക്ടറെ കാണിക്കലും പിന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറയലും, അതുകൊണ്ട് ഒറ്റക്കുള്ള വർക്കൗട്ട് പറ്റില്ല, ഒരു ട്രെയിനറുടെ സഹായത്തോടെ ജിമ്മിൽ പോയിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പറ്റിയിട്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വർക്കൗട്ടിന് പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് അതൊന്നുമല്ല, ഞാൻ ആഴ്ചയിൽ 2-3 ദിവസം വർക്കൗട്ടിന് പോയിട്ട് ബാക്കി 2 ദിവസം സ്റ്റോറിയിലേക്ക് തിരിയാന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ അതൊന്നുമല്ല. മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചുവിൻ്റെ അനിയത്തിയുടെ കല്യാണമാണ് അടുത്ത മാസം 15-ാം തീയതി ഇൻഷാല്ലാ. അപ്പോൾ കല്യാണ തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് അനിയത്തിമാരാണ് കിച്ചുനുള്ളത്. അപ്പോൾ ഒരാളെ കല്യാണം കഴിഞ്ഞ് അവൾക്ക് 3 കുട്ടികളുണ്ട്. അപ്പോൾ ഇപ്പോൾ കല്യാണമായിട്ട് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവൾ നാട്ടിലില്ലായിരുന്നു, ഇപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ ഒരുപാട് എനിക്കറിയാലൊരു വീട്ടിലെ കല്യാണം നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അതിനൊക്കെ പാടിയായിട്ട് കിച്ചുവിന് പകരം ഓടിപ്പായാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. കിച്ചു അടുത്ത മാസം 11-ാം തീയതിയാണ് ഇൻഷാല്ലാ നാട്ടിലേക്ക് വരിക. അപ്പോൾ പിന്നെ 15-ാം തീയതിയാണ് കല്യാണം. അപ്പോൾ കല്യാണത്തിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രമേ കിച്ചുവിന് കിട്ടുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ടും ഓളായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകാനായിട്ടും ഓർണമെൻറ്റ്സ് എടുക്കാൻ പോകാനായിട്ടും ഒക്കെ ഉള്ളത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുക, സ്കിറ്റിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടുള്ള സമയം ഇപ്പോൾ കിട്ടണില്ല. ഇനി അഥവാ തുടങ്ങിയാൽ തന്നെ ഞാനിപ്പോൾ 1 എപ്പിസോഡോ 2 എപ്പിസോഡോ ഇട്ടതുകൊണ്ട് ആയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു എപ്പിസോഡ് കണ്ടെങ്കിൽ എന്തായാലും അടുത്ത എപ്പിസോഡ് എന്താ വരാത്തത്. അപ്പം എനിക്ക് തോന്നി എന്തായാലും ഈ ഒരു മാസം ഇപ്പോൾ ഏകദേശം ഇവിടെ നമ്മൾ തീരാറായി തുടങ്ങിയില്ലേ, ഈ ഒരു മാസം കൂടി ഇൻഷാല്ലാ അടുത്ത മാസം 15-ാം തീയതി വരെ എങ്ങനെയായാലും നമ്മൾ സ്റ്റോറിയിലേക്ക് തിരിയാണ്ട ഈ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാൻ. കാരണം കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളാകുമ്പോൾ നമുക്ക് കാലത്തെ വിശേഷങ്ങളും ഡ്രസ്സ് എടുക്കാൻ പോക്കും ഓർണമെൻറ്റ്സ് എടുക്കാൻ പോക്കും കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്കിറ്റും ആ കാര്യങ്ങൾക്കുള്ള ഓടിപ്പാലും എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യലും വീഡിയോ എടുക്കലും റെക്കോർഡ് ചെയ്യലും ആക്ട് ചെയ്യലും എല്ലാം കൂടി എത്തിപ്പോകില്ല. കൂടെ മക്കളും വീടും കാര്യങ്ങളും ഒക്കെ നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി എത്തിപ്പോകില്ല. അപ്പോൾ അതെനിക്ക് താങ്ങാൻ പറ്റൂല എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്കിറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തായാലും കല്യാണം കണ്ട് കഴിയട്ടെ അതിൻ്റെ ശേഷം തുടങ്ങാമല്ലോ എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇനി അതല്ല, നിങ്ങൾക്ക് കല്യാണത്തിന് മുന്നേ തന്നെ നമുക്ക് സ്റ്റോറി തുടങ്ങണം എന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ 1-2 എപ്പിസോഡ് ഇടാം. പക്ഷേ അതിൻ്റെ ശേഷം അടുത്ത എപ്പിസോഡ് ചോദിക്കാതെ, കാരണം ഇടയ്ക്ക് ചിലപ്പോൾ 1-2 ആഴ്ചയൊക്കെ ചിലപ്പോൾ ഒരു ഡിലേ വരും. കാരണം ഏത് സമയത്താണ് നമുക്ക് എപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പോകേണ്ടി വരിക, ചിലപ്പോൾ എനിക്ക് കുറച്ച് സമയം കാലടിയിൽ പോയി നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആളും പാളുള്ളടത്തൊന്നും നമുക്ക് സ്കിറ്റ് വീഡിയോസ് ചെയ്യൽ നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും കല്യാണത്തിൻ്റെ തിരക്കുകൾക്കുള്ള ഓടിപ്പാച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്കിറ്റിക്ക് മാത്രമായിട്ടാണ് നിൽക്കാമല്ലോ. കാരണം കഥയും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു 12-13 എപ്പിസോഡോളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ കഥ നമുക്ക് അധികം ഗ്യാപ്പും കാര്യങ്ങളും ഇടാതെ നിങ്ങൾക്ക് ഇങ്ങനെ തരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഒരുക്കങ്ങളും ഉണ്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് എൻ്റെ ഒരു തീരുമാനം എന്നല്ല, എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള അതിനനുസരിച്ചിട്ട് ചെയ്യാമല്ലോ എന്നാണ് എൻ്റെ പ്ലാനിങ്. അപ്പോൾ എന്തായാലും അത് എങ്ങനെയുണ്ട്, ആ ഒരു തീരുമാനം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതല്ല നമ്മൾ സ്റ്റോറി ഇപ്പം തന്നെ തുടങ്ങണം എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ തുടങ്ങാം. പക്ഷേ എങ്കിൽ പിന്നെ ഒരു എപ്പിസോഡ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ആഴ്ചയൊക്കെ പിടിക്കും ചിലപ്പോൾ അടുത്ത എപ്പിസോഡ് ഇടാൻ. കാരണം ഡെയിലി ഇപ്പോൾ ഒന്നരാടെ ഞാൻ വീട്ടിലിപ്പോൾ നിൽക്കാൻ പറ്റില്ല, ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സമയം ഡിലേ വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറി കാണുന്നതിൻ്റെ ഒരു രസം കിട്ടൂല. അപ്പോൾ അടുപ്പിച്ചിട്ടുള്ള എപ്പിസോഡാകുമ്പോൾ
ആകുമ്പോൾ നിങ്ങൾക്കും സന്തോഷമാണ്, നമുക്ക് നിങ്ങളെ കമൻറ്റും കാര്യങ്ങളും അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളെപ്പോലെ പുതിയ കഥ നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. ഒരുപാട് ഫാമിലി ആൾക്കാർ അനുഭവിച്ച സ്റ്റോറിയാണ്. അപ്പോൾ എന്തായാലും അടുത്ത കഥ ഒരു കാത്തിരിപ്പ് പറഞ്ഞിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്റ്റോറി തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും അടുത്ത മാസം 15-ാം തീയതി വരെയും കൂടി ഒന്ന് കാത്തിരിക്കുക. കാത്തിരിപ്പ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഈ കഥയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് കാത്തിരിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മളുടെ ചാനലിൻ്റെ ഒരു ടച്ച് വിടാതെ നിങ്ങൾ കൊണ്ടുപോവുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വേറൊരു ഇതും കൂടി നിൽക്കുന്നുണ്ട്, ഒരു ഇതും കൂടി ഉണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മളെ ഫാമിലി സ്റ്റോറി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ സ്കിറ്റിന് മാത്രമായിട്ട് പുതിയൊരു ചാനൽ തുടങ്ങിയാലോ എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായച്ചും കൂടി അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. നമ്മൾ സ്കിറ്റ് മാത്രമായിട്ടുള്ള നമ്മുടെ ഒരു ചാനൽ, അതിൻ്റെ ബാക്കി വിശേഷങ്ങളും നമ്മളെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മളുടെ ഈ ഒരു ചാനലും. അപ്പോൾ അങ്ങനെ 2 ചാനലായിട്ട് കൊണ്ടുപോകുന്നതോട് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും കമൻറ്റും എല്ലാവരുടെയും അഭിപ്രായം നോക്കിയിട്ടായിരിക്കും നമ്മൾ അടുത്ത കഥ 15-ാം തീയതിക്ക് ശേഷം തുടങ്ങണോ അതിൻ്റെ മുന്നേ തുടങ്ങണോ എന്നുള്ള തീരുമാനത്തിലെത്തുക. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും കമൻറ്റ് ഇടുക. അപ്പോൾ ഇതാണ് എനിക്ക് സ്റ്റോറി ഡിലേ ആയി പോകുന്നതിനുള്ള കാരണം എന്താണെന്ന് പറയുള്ളത്. അപ്പോൾ ഇത്രയും തവണ കാര്യങ്ങൾക്ക് കമൻറ്റിൽ കൂടെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് സ്കിറ്റ് വഴുകി പോകാനുള്ള കാരണം കേട്ടോ. അപ്പൊ നിങ്ങളുള്ള കാര്യങ്ങൾ പറയലും പെരയത്തെ പണികളൊക്കെ പടി തീർന്നപ്പോതിന് എന്റെ പെട്രോൾ തീർന്നിക്കണ്. ഇനി എന്തെങ്കിലും കഴിച്ചതിന്റെ ശേഷം കുളിക്കണം, നിസ്കരിക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതിന് മക്കൾ വരാറാവും. അപ്പോൾ ഓൾക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും റെഡിയാക്കി വെക്കണം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും വരെയുള്ള വിശേഷങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. ഞാനൊന്ന് ചോറ് തിന്നിട്ടിട്ട. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ നമ്മൾ 15-ാം തീയതിക്ക് ശേഷം തുടങ്ങണോ അതിന്റെ മുന്നേ തുടങ്ങണോ, പിന്നെ സ്കിറ്റിന് മാത്രമായിട്ടൊരു ചാനലായിട്ട് കൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ബാക്കി നമ്മുടെ തീരുമാനങ്ങൾ. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസിനായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാം. അപ്പൊ എല്ലാവരും പോയി ചോറൊക്കെ തിന്നോളിട്ടാ. സമയം 2:30 മണിയായിരിക്കും.